ഹായ് ഫ്രണ്ട്സ്. ജൂഡ് ആന്റണി ജോസഫ്, അരവിന്ദ് രാജേന്ദ്രൻ എന്നിവർ തിരക്കഥ എഴുതി പ്രജിത്ത് സംവിധാനം ചെയ്ത് ജയറാം, കാളിദാസ് ജയറാം എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ആശകളായിരം എന്ന് പറയുന്ന പടം കണ്ടു. വളരെ മനോഹരമായിട്ടുള്ള ഒരു പടം. നല്ലൊരു സിനിമ അനുഭവം തന്നെയായിരുന്നു എനിക്ക് സമ്മാനിച്ചത്. ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിന്റെ കഥയാണ് സിനിമ പറയുന്നത്. ഒരുപാട് ആശകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ. പിന്നെ അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് രസകരമായിട്ട് കാണിച്ചു തരുന്ന കുറെ സീനുകളുണ്ട്. അത് ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അല്ലെങ്കിൽ എന്റെ വീട് അപ്പൂന്റെയും ആ സിനിമകളൊക്കെ കണ്ടതുപോലുള്ള ഒരു സീനുകളല്ല. ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് നല്ല രസം തോന്നുന്ന രീതിയിലുള്ള കുറെ മൊമെന്റ്സ് ഈ സിനിമയ്ക്കകത്തുണ്ട്. പെർഫോമൻസ് വൈസ് ജയറാം ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. പല തരത്തിലുള്ള ഇമോഷൻസ്, കോമഡി, സെന്റിമെന്റ്സ് ഒക്കെ മികച്ച രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കാളിദാസ് ജയറാം വെറുപ്പിക്കുന്ന ഞാൻ വിചാരിച്ചു ട്രെയിലർ കണ്ടപ്പോ, പക്ഷെ വളരെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സ് ഒക്കെ അദ്ദേഹം മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആശ ശരത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഉടനീളം ജയറാമിന്റെ പഴയ സിനിമകളുടെ കുറെ റെഫറൻസുകൾ ഉണ്ട്. അതൊക്കെ ഒരു ഏച്ച് കെട്ടലും ഫീൽ ചെയ്യാതെ വളരെ നല്ല രീതിയിൽ ജെല്ല് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പഴയ BGM പ്ലേസ്മെന്റ് ഒക്കെ മനോഹരമായിട്ടുണ്ട്. എനിക്ക് ഇത്രയാണ് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. ഭയങ്കര ഗംഭീര സിനിമയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോയി റിലാക്സ് ചെയ്ത് വളരെയധികം എൻജോയ് ചെയ്ത് കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് ആശകളായിരം. താങ്ക് യു.